S24 Ultra'യുടെ റിവ്യൂ ചെയ്ത സമയത്ത് ഒത്തിരി ആളുകൾ കമൻറ്റിൽ ആവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു. S24 റിവ്യൂ ചെയ്യുന്ന സമയത്ത് S24ൻ്റെ പെർഫോമൻസ് ആണോ നല്ലത്, അല്ലെങ്കിൽ S23 തന്നെയാണോ നല്ലത്, ഇവ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതൊരു കമ്പാരിസൺ വീഡിയോ ആയിട്ട് കാണേണ്ട, പകരം S24ൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ തന്നെയാണ്. പക്ഷേ പ്രധാനപ്പെട്ടുള്ള ചില വ്യത്യാസങ്ങളും കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും, നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ S24 ആണോ അല്ലെങ്കിൽ S23 ആണോ എന്നുള്ള കാര്യം. എന്നും പറയാറുള്ള പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം എന്ന് പരിഗണിക്കുക, ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. നമുക്ക് സമയം കളയാതെ ഈ ഒരു സാംസങ് ഗാലക്സി S24ൻ്റെ റിവ്യൂയിലേക്ക് കടക്കാം. 4 കളേഴ്സിലാണ് S24ഉം S24 പ്ലസും അവൈലബിൾ ആകുന്നത്. ആംബർ യെല്ലോ, ഗ്രേ, ബ്ലാക്ക് ആൻഡ് വയലറ്റ്. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ S23യുടെ സിമിലർ ഡിസൈൻ എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ സാധിക്കുമെങ്കിലും ചെറുതായിട്ടുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളുണ്ട്. എസ്പെഷ്യലി ബോഡി ഫ്രെയിം രണ്ടും ആർമർ അലൂമിനിയം ആണെങ്കിലും കഴിഞ്ഞ വർഷത്തെ കുറച്ചും കൂടി ഗ്ലോസി ആണ്, കേവ് ആയിട്ടുള്ള ഡിസൈൻ ആണെങ്കിൽ ഇത്തവണ കുറച്ചും കൂടി മാറ്റ് ആയിട്ട് ബോക്സി ഡിസൈനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബോഡി തിക്നെസ് രണ്ടും 7.6 mm ആണ് വരുന്നതെങ്കിലും ബോഡി വെയിറ്റിൽ ചെറുതായിട്ടുള്ളൊരു വ്യത്യാസമുണ്ട്. 168 ഗ്രാമിൽ നിന്ന് 167 ഗ്രാം, 1 ഗ്രാമിൻ്റെ വെയിറ്റ് S24ൽ കുറവാണ്. പിന്നീട് എടുത്ത് പറയത്തക്ക വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലെങ്കിലും പവർ ബട്ടണിലും അതുപോലെ തന്നെ മുകൾ വശത്തെ ആ ഒരു നോയ്സ് ക്യാൻസലേഷൻ ഏരിയയിലും അതുപോലെ സ്പീക്കറുകളിലും ചെറുതായിട്ടുള്ളൊരു വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ബാക്ക് പാനലും ഡിസ്പ്ലേയും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയാണ്. കോർണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2ൻ്റെ പ്രൊട്ടക്ഷനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഇത്തവണ ചെറിയൊരു ഡിസ്പ്ലേ സൈസിൽ വ്യത്യാസമുണ്ട്. 6.1 ഇഞ്ച് ആയിരുന്നു S23ലെങ്കിൽ ഇത് 6.2 ആയി മാറിയിരിക്കുന്നുണ്ട്. ഓവറോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഡിസൈൻ നമുക്ക് വലിയ ചേഞ്ചസും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ ആ ഒരു ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് ഇത്തവണയും നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഡിസ്പ്ലേയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.2 ഇഞ്ചിൻ്റെ ഡൈനാമിക് AMOLED 2X ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫുൾ HD+ ആണ് റെസൊല്യൂഷൻ. കോർണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2ൻ്റെതാണ് പ്രൊട്ടക്ഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ കഴിഞ്ഞ വർഷത്തെ S23ൽ 6.1 ഇഞ്ചാണ് വരുന്നത്. അതുപോലെ തന്നെ വിക്ടസ് 2ന് തന്നെയാണ് പ്രൊട്ടക്ഷൻ വരുന്നത്. പക്ഷേ ഇത്തവണത്തെ S24ൻ്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് LTPO ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 1 Hz മുതൽ 120 Hz എന്നുള്ള അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റിലാണ് വരിക. അതേസമയത്ത് S23 കഴിഞ്ഞ വർഷം ഇറങ്ങിയത് 48 Hz മുതൽ 120 Hz എന്നുള്ള രീതിയിലാണ്. അതായത് താരതമ്യേന ബാറ്ററി കൺസംഷൻ S24ൽ കുറവായിരിക്കും എന്നൊരു ബെനിഫിറ്റ് ഉണ്ട്. കാരണം ഈ LTPO 1 Hz മുതലായതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള രീതിയിൽ മാത്രം ഈ ഒരു ഡിസ്പ്ലേ അതിൽ ബാറ്ററി കൺസംഷൻ ചെയ്യുകയുള്ളൂ. പിന്നീട് എടുത്ത് പറയേണ്ട മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ ബ്രൈറ്റ്നസ് ലെവലാണ്. 2600 നിറ്റ്സ് ആണ് ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് ലെവൽ. S24ലെങ്കിൽ കഴിഞ്ഞ വർഷം അത് 1750 നിറ്റ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഏതൊരു റഫ് കണ്ടീഷനിലും ഏതൊരു സമയത്ത് നമ്മൾ വെളിയിൽ പോയാലും നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ S24ൽ നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 416 പിക്സൽ പെർ ഇഞ്ചാണ് ഇതിൻ്റെ ഡെൻസിറ്റി. HDR10+ ഇതിൽ സപ്പോർട്ടാണ്. ഓവറോൾ ഡിസ്പ്ലേ ക്വാളിറ്റി വൈസ് പറയുകയാണെങ്കിൽ സൂപ്പർബ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഓൾവേസ് സാംസങ് നമുക്ക് തരാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഗംഭീരമായിട്ടുള്ള കളേഴ്സും കാര്യങ്ങളും ആ ഒരു വൈബ്രൻസ് ഒക്കെ നമുക്ക് ആ ഒരു ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ എക്സ്പീരിയൻസ് തന്നെയാണ് ഡിസ്പ്ലേ സൈഡിലും എനിക്ക് കാണാൻ സാധിച്ചത്. ഇനി പ്രോസസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ Qualcomm Snapdragon 8 Gen 3 ആണ് ഈ ഒരു S24ൽ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്കല്ല, USA, കാനഡ, ചൈന തുടങ്ങിയവർക്ക് നമുക്ക് Exynos 2400 എന്ന് പറയുന്ന 5G ചിപ്സെറ്റാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 4 nm ആണ് ഇതിൻ്റെ ചിപ്സെറ്റ് സൈസ്. ഡെക്ക കോർ അഥവാ 10 കോർ പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 3.2 GHz ആണ് ക്ലോക്ക് സ്പീഡ്. Xclipse 940 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന GPU. ഇനി ഈ ഒരു 10-11 ദിവസം യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ ഈ ഒരു സമയം വരെ എനിക്ക് യാതൊരു തരത്തിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇവൻ ഹീറ്റിംഗ് ഇഷ്യൂ പോലും വന്നിട്ടില്ല. കാരണം ഇതിൽ അത്യാവശ്യം വലിയ രീതിയിലുള്ളൊരു വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പലരും പറയുന്ന കാര്യമാണ് ഈ ഒരു Exynos പ്രോസസ്സറാണ് ആ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ. പക്ഷേ ഈ ഒരു സമയം വരെ എനിക്കൊരു യാതൊരു തരത്തിലുള്ള ഇഷ്യൂ വന്നിട്ടില്ല. നല്ല രീതിയിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള പെർഫോമൻസ് തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇവൻ CPU ത്രോട്ടലിംഗ് ടെസ്റ്റ് നടത്തിയ സമയത്ത് പോലും നമുക്കൊരു ഇഷ്യൂ എന്നുള്ള രീതിയിലൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. വളരെ മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു സമയം വരെ എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിച്ചിട്ടുള്ളത്. 2 മെമ്മറി വേരിയൻസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. 8+128, 8+256 GB. ചില കൺട്രീസിലൊക്കെ 512 GB മെമ്മറി വേരിയൻറ്റ് കൂടി അവൈലബിൾ ആണെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. LPDDR5X ആണ് റാം ടൈപ്പ് വരുന്നത്. 128 മെമ്മറി വേരിയൻറ്റ് UFS സ്റ്റോറേജ് ടൈപ്പ് 3.1ഉം 256 GB മെമ്മറി വേരിയൻറ്റ് UFS സ്റ്റോറേജ് ടൈപ്പ് 4.0 ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കുറച്ചും കൂടി 256 GB നമുക്ക് ലഭിക്കുക. IP68 റേറ്റഡോട് കൂടിയിട്ടുള്ള ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോണാണിത്. അതുപോലെ തന്നെ കണക്ടിവിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡ്യുവൽ 5G ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്. 17ഓളം 5G ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്. ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്. ഇനി ഖത്തറിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരേ സമയം നമുക്ക്
2 നാനോ സിം കാർഡ് പ്ലസ് ഇ സിം കാർഡ് എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരേ സമയം 2 നെറ്റ്വർക്ക് മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ബ്ലൂടൂത്തിൻ്റെ 5.3 ആണ് വേർഷൻ വരുന്നത്. വൈഫൈ 6E ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. NFC ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. ആൻഡ്രോയിഡ് 14ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. 1 UI വേർഷൻ വരുന്നത് 6.1 ആണ്. 7 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ലഭിക്കും. അതായത് ആൻഡ്രോയിഡ് 21 വരെ ഈ ഒരു സാംസങ്ങിൽ അപ്ഡേറ്റ് ലഭിക്കും. ഇതുവരെ ഇറങ്ങിയിട്ടുള്ള സാംസങ് സ്മാർട്ട് ഫോണുകളിൽ ഏറ്റവും കൂടുതൽ കാലം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ലഭിക്കുന്ന ഒരു സീരീസാണ് S24 സീരീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗാലക്സി എയെ കുറിച്ച് ഞാനിതിൽ അധികം പറയുന്നില്ല. കാരണം S24 അൾട്രയുടെ റിവ്യൂ ചെയ്ത സമയത്ത് നമ്മൾ ഒട്ടുമിക്ക ഫീച്ചേഴ്സും അതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഗാലക്സി എയെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞാനിവിടെ വീഡിയോയുടെ ലിങ്ക് ഐകാർഡിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതാണ്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും കാണാവുന്നതാണ്. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഗാലക്സിയുടെ ആ ഒരു AI കോളിംഗ് ഫീച്ചർ ഗംഭീരമാണ്. അതുപോലെ സർക്യൂട്ട് ടു സെർച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന് അത് ഫോട്ടോ എടുത്തതിന് ശേഷമാണെങ്കിൽ അല്ലെങ്കിൽ ക്യാമറയിലൂടെ ആണെങ്കിൽ ആ ഒരു സർക്കിൾ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഫർമേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇൻ്റർപ്രറ്റർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അൺവാണ്ടഡ് ഒബ്ജക്റ്റിനെ എറേസ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഫോട്ടോയിൽ എന്തെങ്കിലും ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാനൊക്കെ ഉള്ള അത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു 2025 ആ ഒരു ലാസ്റ്റ് സമയം വരെ ആയിരിക്കും ഇത് ഫ്രീ ആയിട്ട് ലഭിക്കുക. അതിനുശേഷം ഒരു സബ്സ്ക്രിപ്ഷൻ ഫീ എന്നുള്ള രീതിയിൽ മിക്കവാറും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എനിവേ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മികച്ച രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ്. ആസ് യൂഷ്വൽ സാംസങ്ങിൻ്റെ ഈ കുറച്ചും കൂടി ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഗംഭീരമായിട്ടുള്ള സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ബാറ്ററി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 4000 mAh ബാറ്ററിയാണ് S24 വരുന്നത്. കഴിഞ്ഞ വർഷം അത് 3900 mAh ബാറ്ററി ആയിരുന്നു വന്നത്. പക്ഷേ 2 സ്മാർട്ട് ഫോണുകളിലും 25 വാട്ടാണ് മാക്സിമം ചാർജിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. 4.5 വാട്ടിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. ഇപ്പോൾ 100 mAh ബാറ്ററി ഈ ഒരു S24 അധികമായതും അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം 48 Hz മുതൽ 120 Hz ആയിരുന്നു ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് എങ്കിൽ ഈ ഒരു S24 1 Hz മുതൽ 120 Hz ആണ്. അതുകൊണ്ട് തന്നെ താരതമ്യേന ബാറ്ററി കൺസപ്ഷൻ ഈ ഒരു S24 കുറവാണ്. അതുമാത്രമല്ല ഈ ഒരു 100 mAh ബാറ്ററി കപ്പാസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ S23യേക്കാൾ കുറച്ചും കൂടി മികച്ച ഒരു ബാറ്ററി ലൈഫാണ് S24 നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് ഇതിൽ വരുന്നത്. അൾട്രാസോണിക് ആണ് സെൻസർ വരുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും ഫിംഗർ ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ 2D സ്കാനറാണ് ഫേസ് ലോക്ക് വരുന്നതും അതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ലൗഡിയാണ്. അതുപോലെ തന്നെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ സൗണ്ടാണ് കേൾക്കാൻ സാധിച്ചത്. കഴിഞ്ഞ വർഷത്തെ S23യേക്കാൾ കുറച്ചും കൂടി ലൗഡായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള സൗണ്ട് ഔട്ട്പുട്ടാണ് കേൾക്കാൻ സാധിച്ചത്. ഗെയിമിംഗ് പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗംഭീരമായിട്ടുള്ള ഗെയിമിംഗ് പെർഫോമൻസ് ആണ് എനിക്കിതിൽ ആസ്വദിക്കാൻ സാധിച്ചിട്ടുള്ളത്. കോൾ ഓഫ് ഡ്യൂട്ടിയാണ് ഞാനിതിൽ കളിച്ചിട്ടുള്ളത്. ഏകദേശം 1 മണിക്കൂറോളം ഞാനിതിൽ ഗെയിം കളിച്ചപ്പം എനിക്ക് യാതൊരു തരത്തിലുള്ള ഇഷ്യൂസ് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പലരും കരുതുന്ന പോലത്തെ ആ ഒരു ഫ്രെയിം ഡ്രോപ്പ് ഇഷ്യൂ അല്ലെങ്കിൽ ഹീറ്റിംഗ് ഇഷ്യൂ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ചെറുതായിട്ട് വാം ആവുന്നുണ്ട്, അത് എല്ലാ മൊബൈലും അത്രയും സമയം കളിച്ചാലാവുന്നുണ്ട്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അത് വളരെ കുറച്ച് സെക്കൻഡ് കൊണ്ട് തന്നെ കൂളാവുന്നുമുണ്ട്. ഗംഭീരമായിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയാൻ സാധിക്കും. അത്യാവശ്യം നല്ല ഗ്രാഫിക് പെർഫോമൻസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല വിഷ്വലി അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. സൗണ്ട് ക്വാളിറ്റിയിലും നല്ല ഗംഭീരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ ഇതൊരു ഫ്ലാഗ്ഷിപ്പ് മൊബൈൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രോ ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്കിതിൽ ആസ്വദിക്കാൻ സാധിച്ചിട്ടുള്ളത്. 3 ക്യാമറയാണ് പിറകിൽ വരുന്നത്. 50 മെഗാപിക്സലിൻ്റെ മെയിൻ ലെൻസ്, f1.8 ആണ് അതിൻ്റെ അപ്പാച്ചർ. അതുപോലെ തന്നെ OIS സപ്പോർട്ടാണ്. 10 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസ്, 3x ഒപ്റ്റിക്കൽ സൂമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിലും OIS സപ്പോർട്ട് ഉണ്ട്. മൂന്നാമത്തെ ലെൻസ് എന്ന് പറയുന്നത് 12 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസ്. ഇനി റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ ഗംഭീരമായിട്ടുള്ള ഫോട്ടോസാണ് മിക്ക സമയത്തും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എസ്പെഷ്യലി ഡയലൈറ്റ് പെർഫോമൻസ് മെയിൻ ക്യാമറയിൽ എടുത്തിരിക്കുന്നതൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. കളേഴ്സും ഒരു ഇത്തിരി നാച്ചുറൽ എന്ന രീതിയിൽ തന്നെ നമുക്ക് കാണാനും സാധിച്ചിട്ടുണ്ട്. നല്ല ഷാർപ്പായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസാണ് ഡയലൈറ്റിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ HDR പെർഫോമൻസും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോസ് ലഭിക്കുന്നുണ്ട്. പോർട്രേറ്റ് ഫോട്ടോസും നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈവൻ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലാണെങ്കിൽ നൈറ്റ് ഫോട്ടോഗ്രാഫിയും ഗംഭീരമായിട്ട് തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മാക്രോ പെർഫോമൻസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ടെലിഫോട്ടോ ലെൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും അതും അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ്. എസ്പെഷ്യലി പോർട്രേറ്റിൻ്റെ കാര്യത്തിലൊക്കെ നല്ല രീതിയിലുള്ള ഫോട്ടോ ഔട്ട്പുട്ടാണ് ലഭിക്കുന്നത്. അൾട്രാ വൈഡ് ലെൻസിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസും അത്യാവശ്യം മികച്ചിരിക്കുന്ന ഒരു പെർഫോമൻസ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി S23യുടെയും അതുപോലെ തന്നെ S24ൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ
ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ ഫോട്ടോഗ്രാഫിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ലെങ്കിലും പ്രധാനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് S24 കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ള ഫോട്ടോസ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ വീഡിയോഗ്രാഫിയുടെ കാര്യം എടുത്തു കഴിയുമ്പോൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് എനിക്ക് S24 തോന്നിയിട്ടുണ്ട്. റിയർ ക്യാമറയുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും സെൽഫിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും വീഡിയോഗ്രാഫി കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് S24 എനിവേ സെൽഫി ക്യാമറയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 12 മെഗാ പിക്സലിൻ്റെ പഞ്ച്വൽ ക്യാമറയാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി തന്നെയാണ് മിക്ക സമയത്തും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സ്പെഷ്യലി ഡയലൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയൊക്കെ നല്ല ഗംഭീരമായിട്ടുള്ള രീതിയിലുള്ള ഫോട്ടോ ഔട്ട്പുട്ടാണ് ലഭിക്കുന്നത്. ആ ഒരു എഡ്ജ് ഡിറ്റക്ഷനൊക്കെ നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ HDR പെർഫോമൻസ് നല്ലതാണ്. അതുപോലെ തന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ചെറുതായിട്ട് ചില സമയത്തൊക്കെ നമുക്കൊരു നാച്ചുറൽ എന്നുള്ള രീതിയിലും ചില സമയത്ത് ഒരു ഇത്തിരി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളാണ് ലഭിച്ചത്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലാണെങ്കിൽ ഗംഭീരമായിട്ടുള്ള ഫോട്ടോസ് നമുക്ക് നൈറ്റിലും ഈ ഒരു സെൽഫി ക്യാമറയിൽ എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഓവറോൾ ക്യാമറ വൈസ് നോക്കുകയാണെങ്കിൽ ശരിക്കും ഇതൊരു ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിലുള്ള പെർഫോമൻസ് തന്നെ എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. 8K 30 ഫ്രെയിംസ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ആണ് ഇതിൻ്റെ മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ നല്ല രീതിയിലുള്ള HDR പെർഫോമൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. കളേഴ്സ് ഒരു ഇത്തിരി കോൺട്രാസ്റ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. നല്ല സൂപ്പർ സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റെബിലിറ്റിയും ഈ ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു മികച്ച രീതിയിലുള്ള 8K വീഡിയോ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. 4K 60 ഫ്രെയിംസ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. നല്ല വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള സ്റ്റെബിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള ഷേക്കിംഗ് നമുക്ക് വീഡിയോയിൽ കാണുന്നില്ല. അതുപോലെ HDR പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഓവറോൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ടുള്ള വീഡിയോ ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആ ഒരു കാര്യം ഒന്ന് കമന്റ് ചെയ്യുക. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണ്. 4K 60 ഫ്രെയിംസ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. അതിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. മോർണിംഗ് സമയത്താണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. പക്ഷെ ഗംഭീരമായിട്ടുള്ള HDR പെർഫോമൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റിയാണ്. സൂപ്പർ സ്മൂത്ത് ആയിട്ടുള്ള യാതൊരു തരത്തിലുള്ള ഷേക്കിംഗ് ഇല്ലാത്ത സ്റ്റെബിലിറ്റി ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഓവറോൾ പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 4K വീഡിയോ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ എനിക്ക് കാണാൻ സാധിച്ചത്. S24 പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 8+128 3249 ഖത്തർ റിയാലും 8+256 GB 3549 ഖത്തർ റിയാലാണ് ഒഫീഷ്യലി പ്രൈസ് വരുന്നത്. ഇന്ത്യൻ പ്രൈസ് ഞാനിവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജനുവരി 31 നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രീ ബുക്ക് ചെയ്യുന്നതെങ്കിൽ 8+128 പ്രൈസിൽ നിങ്ങൾക്ക് 8+256 GB ലഭിക്കുകയും അതുപോലെ തന്നെ സാംസങ് കെയർ പ്ലസിൻ്റെ വാറണ്ടി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. എനിവേ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് ഓവറോൾ പറയുകയാണെങ്കിൽ ഈ ഒരു 10 ദിവസം യൂസ് ചെയ്തൊരു എക്സ്പീരിയൻസിൽ എനിക്ക് ഇതുവരെ യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ചിലരൊക്കെ പറയുന്നുണ്ടല്ലോ എക്സിനോസ് ആണ് അതുകൊണ്ട് ആ ഒരു ഇഷ്യൂ ഉണ്ടാവും ഈ ഒരു ഇഷ്യൂ ഉണ്ടാവും. അത്തരത്തിലുള്ള ഇഷ്യൂസ് ഒന്നും എനിക്ക് ഈ ഒരു സമയം വരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. വളരെ പവർഫുൾ ആയിട്ടുള്ള ആ ഒരു ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഈ ഒരു സമയം വരെ ആസ്വദിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനി S23 ആണോ അല്ലെങ്കിൽ S24 ആണോ നമുക്ക് ചൂസ് ചെയ്യാൻ ബെറ്റർ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ S23 അല്ലെങ്കിൽ S24 പെർഫോമൻസ് വൈസ് നമുക്ക് വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളും കാണാൻ സാധിക്കില്ല. പക്ഷേ S24 എനിക്ക് S23യേക്കാൾ മികച്ചതായിട്ട് തോന്നിയിട്ടുള്ള 2-3 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഡിസ്പ്ലേയുടെ കാര്യമാണ്. 6.1 ഇഞ്ചിൽ നിന്നും 6.2 ഇഞ്ചായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് S24 വരുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബാറ്ററി ലൈഫാണ്. S23യേക്കാളും 1.5 മണിക്കൂറിലധികം നമുക്ക് S24 ബാറ്ററി ലൈഫ് ലഭിച്ചിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തത് സോഫ്റ്റ്വെയർ ആണ്. ഇത് 7 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് S24 ലഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിലെ ബജറ്റ് എന്ന് പറയുന്നതിനനുസരിച്ചിരിക്കും നിങ്ങൾക്ക് ഇതിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ള കാര്യം. അല്ലാണ്ട് പെർഫോമൻസ് വൈസിൽ എനിക്ക് ഈ ഒരു 2 സ്മാർട്ട് ഫോണും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്നതായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസിൽ നിങ്ങളുടെ ബജറ്റ് ഈ ഒരു S24 ഉണ്ടെങ്കിൽ S24 ചൂസ് ചെയ്യാം. അതല്ല നിങ്ങളുടെ ബജറ്റ് താരതമ്യേന അല്പം കുറവാണെങ്കിൽ തീർച്ചയായിട്ടും S23 നിങ്ങൾ ചൂസ് ചെയ്യാവുന്നതാണ്. എനിവേ ഇന്നത്തെ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യമെന്ന് പരിഗണിക്കുക. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആ ഒരു കാര്യം കൂടി ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ എന്നും പറയാറുള്ള പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.